സമരതീക്ഷ്ണമായ ഇന്നലകളിലൂടെ കടന്നു വന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് AISF. പ്രിയ പ്രസ്ഥാനം രൂപീകൃതമായി 90 വർഷ പൂർത്തീകരണത്തിലേക്ക് കിടക്കുകയാണ്. 1936 രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ഈ രാജ്യത്തിൻ്റെ നെറുകയിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത ദേശീയ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനം വർത്തമാന കാലഘട്ടത്തിലും രാജ്യത്ത് സമാനതകളില്ലാത്ത പോരാട്ടവുമായി മുൻപോട്ട് പോവുകയാണ്. 1936 ഈ രാജ്യത്ത് പിറവികൊണ്ട വിദ്യാർത്ഥി പ്രസ്ഥാനം പ്രഖ്യാപിതമായി ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യം, സമാധാനം, പുരോഗതി എന്നുള്ളതായിരുന്നു. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, രാജ്യത്തിൻ്റെ സമാധാനത്തിനു വേണ്ടി, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ ഈ രാജ്യത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം മുഴങ്ങിക്കേൾക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. 1947 ആഗസ്റ്റ് മാസം 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും ഈ രാജ്യത്ത് സമാനതകളില്ലാത്ത വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് അന്നും ഇന്നും AISF നേതൃത്വം കൊടുത്തു വരികയാണ്. 1936 മുതൽ 2026 വരെ എത്തി നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും തലസ്ഥാനങ്ങളിലും ഭരണസിരാ കേന്ദ്രങ്ങളിലും പഠിക്കുക, പോരാടുക എന്ന മുദ്രാവാക്യം ഉയർത്തി എണ്ണമറ്റ പ്രക്ഷോഭങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ വിവിധ ഭരണസിരാ കേന്ദ്രങ്ങളിൽ നേതൃത്വം കൊടുത്തു വരികയാണ്. 1936 രാജ്യത്ത് AISF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുമ്പ് രാജ്യത്ത് ചെറുതും വലുതുമായ നിരവധിയായ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നിലനിന്നിരുന്നു. 1828 കൽക്കത്തയിൽ രൂപീകരിച്ച അക്കാദമിക് അസോസിയേഷനിൽ നിന്നാണ് ഈ രാജ്യത്തിലെ വിദ്യാർത്ഥികളുടെ ഒരു ചെറു സംഘം രൂപീകരിക്കപ്പെടുന്നത്. 1828 കൽക്കത്തയിൽ രൂപീകരിച്ച അക്കാദമിക് അസോസിയേഷനിൽ നിന്ന് ഈ രാജ്യത്തിലെ സംഘടിക്കുന്ന വിദ്യാർത്ഥികളുടെ തുടക്കം കുറിക്കപ്പെടുന്നൊരു സാഹചര്യം ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 1905 ബംഗാൾ വിഭജനത്തിനെതിരായ സമരമാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭമെന്ന് ചരിത്രത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വിദേശ ഉൽപ്പന്ന ബഹിഷ്കരണത്തിലും ആൻറ്റി സർക്കുലർ മൂവ്മെൻറ്റിലും യൂണിവേഴ്സിറ്റി ബില്ലിനെതിരായ സമരത്തിലുമെല്ലാം ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ മനസ്സ്, പൊരുതുന്ന വിദ്യാർത്ഥികളുടെ മനസ്സ് വിപ്ലവത്തിന് പാകമായി മാറുന്നൊരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. 1905 ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം ഈ രാജ്യം ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ ഗവൺമെൻറ് അടിച്ചമർത്തപ്പെട്ട രീതി ദേശാഭിമാനികളായ വിദ്യാർത്ഥികളെ കൂടുതൽ പ്രക്ഷോഭകാരികളാക്കി മാറ്റുകയും അങ്ങനെയാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വിദേശ ഉൽപ്പന്ന ബഹിഷ്കരണത്തിലും ആൻറ്റി സർക്കുലർ മൂവ്മെൻറ്റിലും യൂണിവേഴ്സിറ്റി ബില്ലിനെതിരായ സമരത്തിലുമെല്ലാം ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ മനസ്സ് വിപ്ലവത്തിന് പാകമായി മാറുന്നൊരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 20കളുടെ അവസാനത്തിലും 30കളുടെ ആരംഭത്തിലും കൽക്കത്തയിലും ബോംബെയിലും മദ്രാസിലും നാഗ്പൂർ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ വിദ്യാർത്ഥി യുവജന സമ്മേളനങ്ങൾ ചേരുകയുണ്ടായി. 1931 മാർച്ച് മാസം 26 കറാച്ചിയിൽ വെച്ച് നടന്ന ഹിന്ദു വിദ്യാർത്ഥി സമ്മേളനമാണ് രാജ്യത്ത് ആദ്യമായി അഖിലേന്ത്യാ അടിസ്ഥാനത്തിലൊരു വിദ്യാർത്ഥി ഫെഡറേഷന് രൂപം കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ആ സമ്മേളനം അവരുടെ പ്രമേയത്തിലൂടെ അത് ആവശ്യപ്പെടുകയും ആ ആവശ്യം സാക്ഷാത്കരിക്കുന്നതിനായി പിന്നെയും ദീർഘകാല പരിശ്രമങ്ങൾ നടക്കേണ്ടി വരുന്നതായൊരു സാഹചര്യം ചരിത്രം പരിശോധിക്കപ്പെടുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. 1931 അവസാന നാളുകളിൽ പ്രേം നാരായണ ഭാർഗവയും MNM ബദറുദ്ദീനും ഉൾപ്പെടെയുള്ള UP സ്റ്റുഡൻസ് ഫെഡറേഷൻ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ വിവിധ കലാലയങ്ങളിൽ വിവിധ പ്രവിശ്യകളിൽ പ്രവർത്തിച്ചിരുന്ന ചെറുതും വലുതുമായ വിദ്യാർത്ഥി പ്രസ്ഥാനത്തോട് രാജ്യത്ത് ദേശീയ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുവാൻ പോകുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുവാൻ ആഹ്വാനം ചെയ്യുകയും അങ്ങനെ 1935 അവസാന നാളുകളിൽ അത്തരം പരിശ്രമങ്ങൾ നടക്കപ്പെടുകയും 1936 ആഗസ്റ്റ് മാസം 12 ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാന നഗരമായ ലക്നൌവിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്ത് പിൽക്കാലങ്ങളിൽ പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായി മാറിയ മുഹമ്മദ് അലി ജിന്ന അധ്യക്ഷത വഹിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ ആശംസകളോടുകൂടെ ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ ആദ്യമായി അഖിലേന്ത്യാ വിദ്യാർത്ഥി ഫെഡറേഷൻ രൂപം കൊള്ളുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രൂപം കൊള്ളുന്ന സമയത്ത് പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യം
സ്വാതന്ത്ര്യവും സമാധാനവും പുരോഗതി എന്നുള്ളതായിരുന്നു. തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ രാജ്യത്ത് പിറവികൊണ്ട വിദ്യാർത്ഥി സമൂഹം എന്ന നിലയിൽ, വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ, ഈ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ മണ്ണിൽ വിവിധങ്ങളായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് AISF. ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ട ഒട്ടനവധി വിദ്യാർത്ഥി രക്തസാക്ഷികൾ, ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥി രക്തസാക്ഷിയും തൂക്കുമരങ്ങളിൽ ആദ്യമായി തൂക്കിലേറ്റപ്പെട്ട വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ളവർ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം മോഹം എന്ന സ്വപ്നങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടിട്ടുള്ളവരാണ്. ഹെമുകലാനിയും കനകലതയും എല്ലാം അതിൻ്റെ ഭാഗമായി ഈ രാജ്യത്തിന് വേണ്ടി ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ജീവൻ വെടിഞ്ഞവരാണ്. സമാനതകളില്ലാത്ത പോരാട്ടമാണ് ഈ രാജ്യത്തിലും കേരളത്തിലും അടക്കം AISF നേതൃത്വം കൊടുത്തത്. 1991 കേരളത്തിൽ സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ആദ്യമായി പരസ്യമായി സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടത്തിന് തുനിഞ്ഞപ്പോൾ അതിനെതിരായ സമാനതകളില്ലാത്ത പോരാട്ടം ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ, ഈ കേരളത്തിൻ്റെ മണ്ണിൽ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് AISF. ആ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഘട്ടത്തിൽ AISFൻ്റെ അനന്തപുരിയുടെ എക്കാലത്തെയും ധീരനായ പോരാളി സഖാവ് ജയപ്രകാശിനെ പോലീസ് വെടിവെപ്പിൽ നമുക്ക് നഷ്ടമായതായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ആലപ്പുഴയിലെ CK സതീഷ് കുമാർ യാത്രാവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടിയതിൻ്റെ പേരിൽ ആ സമരത്തിലേക്ക് ബസ് പാഞ്ഞു കയറി മരണപ്പെട്ട സതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ, ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച ആവശ്യങ്ങൾ ഈ നാടിൻ്റെ മണ്ണിൽ അനർവചനീയമാക്കി മാറ്റുന്നതിന് വേണ്ടി പോരാട്ടം നയിച്ചതിൻ്റെ പേരിൽ രക്തസാക്ഷികളായിട്ടുള്ളവരാണ്. AISFൻ്റെ ഓരോ സമരങ്ങളെന്ന് പറഞ്ഞാൽ ആ സമരങ്ങൾ മരണം വരെ ആയിരിക്കുകയില്ല, ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തിൻ്റെ വിജയം വരെയായിരിക്കും AISFൻ്റെ ഓരോ സമരങ്ങളെന്ന് എക്കാലയളവിലും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കടന്നു വന്ന സമരതീഷ്ണതമായ അന്തരീക്ഷങ്ങളിലൂടെ കടന്നു വന്ന പ്രസ്ഥാനം അതിൻ്റെ 90 വർഷത്തിൻ്റെ നിറവിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. 90 വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഘടകങ്ങളുള്ള ഈ രാജ്യത്ത് ഏറ്റവും വലിയ വിദ്യാർത്ഥി വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം അതിന് മുമ്പന്തിയിൽ നിന്ന് നേതൃത്വം നയിക്കുന്ന, ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ നടന്ന സമരങ്ങൾക്കുൾപ്പെടെ നേതൃപരമായ പങ്ക് വഹിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന് മുമ്പോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് AISF. വിദ്യാർത്ഥി വിഷയങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് എല്ലാ കാലങ്ങളിലും വിദ്യാർത്ഥിപക്ഷം എന്ന പക്ഷത്ത് നിന്നുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വിദ്യാർത്ഥി പക്ഷത്ത് നിന്ന് മാത്രം മുമ്പോട്ട് പോകുന്ന പ്രസ്ഥാനമെന്ന് അക്ഷരാർത്ഥത്തിൽ ആത്മാഭിമാനത്തോടു കൂടെ പറയുവാൻ കഴിയുന്ന ഒരു നിമിഷത്തിലാണ് 90 വർഷം ഈ പ്രസ്ഥാനം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കുന്ന വേളയിൽ പറയാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നീറ്റ് വിഷയമടക്കം ഈ രാജ്യത്തിൻ്റെ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് കടന്നു വന്ന നീറ്റ് വിഷയം നാം കണ്ടതാണ്. രാജ്യത്തെ 21 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത ഈ രാജ്യത്തെ നീറ്റ് പരീക്ഷ അവരുടെ സ്വപ്നം പോലെ കണ്ടുകൊണ്ട് അതിനുവേണ്ടി കഠിന പ്രയത്നം നയിച്ച് ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ നീറ്റ് പരീക്ഷ എഴുതി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നതായ ഒരു സാഹചര്യത്തിലേക്ക് വിദ്യാർത്ഥികളെ എത്തിച്ചപ്പോൾ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം പോലും ഏറ്റെടുക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകാതിരുന്ന ഘട്ടത്തിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, തലസ്ഥാനങ്ങളിൽ, ഭരണസിരാ കേന്ദ്രങ്ങളിൽ എണ്ണമറ്റ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തതാണ്. ഏറ്റവും ഒടുവിൽ രാജ്യത്തിൻ്റെ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തിയപ്പോൾ വിദ്യാർത്ഥിപക്ഷം എന്ന പക്ഷത്തിനു വേണ്ടി, വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഉയർത്തിപ്പിടിക്കുന്ന അവകാശവാദങ്ങൾ ഈ നാടിൻ്റെ മണ്ണിൽ നടപ്പിലാകുന്നതിന് വേണ്ടി നേതൃപരമായ പങ്കുവഹിച്ച പ്രസ്ഥാനമാണ് AISF. ആ പ്രസ്ഥാനം 90 വർഷം പൂർത്തീകരിക്കുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഈ നിമിഷവും നമുക്ക് ആത്മാഭിമാനത്തോടു കൂടി പറയാം, ഇന്നലെയും ഇന്നും നാളെയും ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്നത് ഈ നാടിലെ വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിലപാടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല. സമാനതകളില്ലാത്ത പോരാട്ടങ്ങൾക്ക് ഈ പ്രസ്ഥാനം വരും നാളുകളിൽ നേതൃത്വം കൊടുക്കും. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയും ഇപ്പോൾ നിലവിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെല്ലാം വർഗീയവൽക്കരണത്തിനും കച്ചവടവൽക്കരണത്തിനും ഇടം പിടിക്കുന്ന തരത്തിലേക്ക് ഭരണകൂടം തന്നെ ശ്രമിക്കുന്നതായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ആ സാഹചര്യത്തിനെതിരെയെല്ലാം സമാനതകളില്ലാത്ത പോരാട്ടത്തിൻ്റെ ഉജ്ജ്വലമായ നേതൃത്വം നൽകുന്ന തരത്തിലേക്ക് ഈ പ്രസ്ഥാനം പോകും. വർത്തമാന കാലഘട്ടത്തിൽ നിരവധിയായ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തും കേരളത്തും പ്രവർത്തിക്കുന്നുണ്ട്. നിരവധിയായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്ന് AISF എന്ന 4 അക്ഷരത്തെ സ്നേഹിച്ചുകൊണ്ട് മാത്രം
ഈ പ്രസ്ഥാനത്തിൻ്റെ പതാകവാഹകരാകണമെന്ന് ഞങ്ങളൊരു വിദ്യാർത്ഥികളോടും ആവശ്യപ്പെടാറില്ല. മറിച്ച് ഇന്നലകളിൽ ഞങ്ങൾ ഉയർത്തിയ ശബ്ദം, ഇന്ന് ഞങ്ങൾ ഉയർത്തുന്ന നിലപാട്, ഇന്നലകളിലും ഇന്നും ഞങ്ങൾ ഉയർത്തിയ ശബ്ദത്തിൻ്റെയും നിലപാടിൻ്റെയും ഭാഗമായി നാളെ ഞങ്ങൾ പോകുന്ന വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥി സമൂഹത്തെയും AISFൻ്റെ പതാകവാഹകരാകുവാൻ വേണ്ടി മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.